നമസ്കാരം. 2025 മകയിരം നക്ഷത്രക്കാർക്കുണ്ടാകുന്ന വർഷഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. വർഷഫലത്തിൽ മകയിരം നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും അതിലേക്കുള്ള ചെറിയ ചെറിയ പരിഹാരങ്ങളും നമുക്ക് നോക്കാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കൂ. ഈ 2025 മകയിരം നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ഈ രാശിയിൽ ശനി രാശി മാറുകയാണ്. ഇവിടെ വ്യാഴം രാശി മാറുന്നു. അതിൻ്റേതായ ഗുണഫലങ്ങളും ദോഷഫലങ്ങളും ജീവിതത്തിൽ വരിക തന്നെ ചെയ്യും. അതിനോടൊപ്പം ഈ ഒരു വർഷത്തിൽ മകയിരം നക്ഷത്രക്കാർക്ക് ശാരീരികമായും മാനസികപരമായിട്ടുള്ള ക്ഷീണങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു വർഷം തന്നെയാണ്. ആരോഗ്യപരമായി ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുക, ചെറിയ രീതിയിലുള്ള ഒരു മത്സരങ്ങളിൽ പരാജയം ഉണ്ടാകുക, ക്ഷീണങ്ങൾ ഉണ്ടാകുക, ഒരു കാര്യവും ആക്റ്റീവോടുകൂടി ചെയ്യാൻ പറ്റാതെ പരാജയപ്പെടുകയും അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു രോഗാവസ്ഥയിലോട്ട് പോകാനും എല്ലാം സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു സമയം, ഒരു വർഷം തന്നെയാണ്. അപ്പോൾ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നു പോകുന്നു എന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുക. അതിനോടൊപ്പം നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ നേടുവാൻ വേണ്ടി നിങ്ങൾ ഈശ്വര നാമം ജപിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും. പ്രധാന തൊഴിൽ അധികമായ, അതായത് ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾക്ക് ചിലവുകൾ അധികമായി ചെയ്യുവാൻ സാധ്യത വളരെ കൂടുതലായി ചിലവാൻ സാധ്യത കൂടുതലായി കാണപ്പെടുന്നു. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക. പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ജോലിയിൽ മാറ്റം വരുന്നു, മറ്റു കമ്പനിയിലോട്ടൊക്കെ പ്രവേശിക്കാനുള്ള സാധ്യതയും കൂടുതലായി കാണുന്ന ഒരു സമയം തന്നെയാണ്. ഉദ്ദിഷ്ട കാര്യ വിജയം ലഭിക്കാതെ വിഷമിക്കുന്ന വ്യക്തികളായിരിക്കും ഈ നക്ഷത്രത്തിൽപ്പെട്ട വ്യക്തികൾ. ഇവർക്ക് ഈ ഒരു വർഷത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യത്തിൽ നിന്നും വിജയം ലഭിക്കാതെ ഒരുപാട് വിഷമങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരവസ്ഥ നമുക്ക് കാണുവാൻ സാധിക്കും. സമയം നിങ്ങൾക്ക് വളരെ വില്ലനായി മാറുന്ന ഒരു വർഷമാണ്. അതായത് കൃത്യസമയത്ത് ഒരു കാര്യവും ചെയ്തു തീർക്കാൻ പറ്റാതെ വിഷമിക്കുന്ന വ്യക്തികളായിരിക്കും. കൂടുതലും വിദ്യാർത്ഥികൾക്ക് അവർക്ക് പഠനത്തിൽ അവർക്ക് ശ്രദ്ധ പുലർത്തുന്നത് സമയം കിട്ടുന്നില്ല എന്നൊരു വാർത്തയായിരിക്കും അവർ കൂടുതലും പറയുന്നത്. എക്സാം എഴുതുമ്പോഴും അവർക്ക് ഇങ്ങനത്തെ വാർത്തകളായിരിക്കും കൂടുതൽ വരുന്നത്. ഞാൻ നല്ല രീതിയിൽ പഠിച്ചു, എനിക്ക് പക്ഷേ സമയം കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ എക്സാം എഴുതാത്തത്, ഇങ്ങനത്തെ വാർത്ത. അല്ലെങ്കിൽ പഠിക്കാൻ സമയം കിട്ടുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് അതായത് അവരുടെ ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യുവാൻ സാധിക്കുന്നില്ല, സമയപരിധിക്കുള്ളിൽ ജോലി ചെയ്യുവാൻ സാധിക്കുന്നില്ല. ഇവർക്ക് ഈ ഒരു വർഷം സമയം ഒരു വില്ലനായി ഇവരുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ കൃത്യസമയത്ത് ഓരോ കാര്യങ്ങളും ചെയ്തു തീർക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ചെയ്തു തീർത്താൽ മാത്രമേ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും വിജയം കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ. സുഹൃത്തുക്കളിൽ നിന്നും കടം വാങ്ങുവാനും അതല്ലെങ്കിൽ കടം നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തിരികെ ലഭിക്കാതിരിക്കുവാനും സാധ്യതയുണ്ട്. സാമ്പത്തിക സംബന്ധമായിട്ട് സുഹൃത്തുക്കൾ നിങ്ങളുടെ ധനം നഷ്ടപ്പെടുത്തുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു വർഷം തന്നെയാണ്. അതുകൊണ്ട് സാമ്പത്തികപരമായ ഇടപെടലുകൾ കൈകാര്യം ചെയ്യുമ്പോൾ സുഹൃത്തുക്കളെ ഒഴിവാക്കുന്നത് നല്ലത് തന്നെയായിരിക്കും. അല്ലെങ്കിൽ അതിൽ നഷ്ടങ്ങൾ വരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. മംഗളകർമ്മങ്ങൾ നടക്കുന്നതിന് വേണ്ടി ഒരുപാട് യാത്രകൾ ചെയ്യേണ്ടി വരും. വിവാഹം പോലുള്ള കാര്യങ്ങൾ ദൂര സ്ഥലത്ത് നിന്നും ആലോചനകൾ വരികയും അവിടെ നിങ്ങൾ യാത്ര ചെയ്യുകയും ആ കല്യാണം ഉറപ്പാക്കുവാനും സാധ്യതയുണ്ട്. ജോലി സംബന്ധമായ കാര്യങ്ങൾക്കും പ്രൊമോഷൻ പോലുള്ള കാര്യം ലഭിക്കുവാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് യാത്രകൾ ചെയ്ത് നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ഒരു വർഷം തന്നെയായിരിക്കും. മാതാവിൽ നിന്നോ അല്ലെങ്കിൽ മാതാവിൻ്റെ ബന്ധുക്കളിൽ നിന്നോ എല്ലാം ഒരു ദുഃഖപരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വരുവാൻ സാധ്യതയുണ്ട്. മാതാവിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ധനം ചിലവാക്കേണ്ടി വരിക, അല്ലെങ്കിൽ മാതാവിൻ്റെ ഒരു ആരോഗ്യത്തിന് വേണ്ടി നിങ്ങൾക്ക് ധനവും അതിനോടൊപ്പം നിങ്ങളുടെ സമയവും ചിലവാക്കുക, അതിനുവേണ്ടി നിങ്ങൾ കൂടെ നിൽക്കേണ്ടി വരിക, അല്ലെങ്കിൽ ദൂര സ്ഥലത്ത് നിന്നും മാതാവിൻ്റെ അടുക്കിലേക്ക് എത്തേണ്ടി വരും. ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ മാതാവിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളനുസരിച്ച് കുറച്ച് ദുഃഖകരമായ പ്രശ്നങ്ങൾ ഈ ഒരു വർഷം നടക്കുവാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ആത്മാർത്ഥതയോടുകൂടി സ്നേഹത്തോടുകൂടി നിങ്ങൾ മാതാവിൻ്റെ അടുത്ത് എത്തുകയും അവർ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടതും ഒരു പുത്രനെന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു പുത്രി എന്ന നിലയിലും നമ്മളുടെ ഉത്തരവാദിത്തം തന്നെയാണ്. കാരണം നമ്മളങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു കാലഘട്ടം ആകുമ്പോഴേക്കും പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ, ഗുണകരമായ അനുഭവങ്ങൾ നമ്മൾ ഈ ചെയ്യുന്ന പ്രവൃത്തി നമ്മളുടെ മാതാപിതാക്കളെ സംരക്ഷിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്നത് കണ്ടാണ്
നമ്മുടെ മക്കളും വളർന്നു വരുന്നത്. നാളെ നമ്മൾ വയസ്സാകുമ്പോഴും അവരും നമ്മളെ ശുശ്രൂഷിക്കുകയും സംരക്ഷിക്കുകയും നമ്മുടെ കൂടെ നിൽക്കുകയും ചെയ്യുന്നത് നമ്മളുടെ പ്രവൃത്തി കണ്ടു തന്നെയായിരിക്കും. അതുകൊണ്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു വർഷം തന്നെയാണ്. അങ്ങനത്തെ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ കൂടെ നിൽക്കുകയും നിങ്ങളുടെ സാമീപ്യം ഒരുപാട് ആഗ്രഹിക്കുന്ന സമയമായിരിക്കും. അപ്പോൾ നിങ്ങൾ കൂടെ നിൽക്കുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും. അവർക്ക് ആരോഗ്യപരമായിട്ടുള്ള സന്തോഷവും മാനസികപരമായ സന്തോഷവും എല്ലാം ലഭിക്കുന്ന ഒരു സമയം തന്നെയായിരിക്കും. കൂടെ നിൽക്കുവാൻ ശ്രമിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. സ്വത്ത് സംബന്ധമായ തർക്കങ്ങൾക്ക് ഒരു തീരുമാനമുണ്ടാകുന്ന ഒരു വർഷം തന്നെയായിരിക്കും. അഭിപ്രായ വ്യത്യാസങ്ങൾ, കുടുംബസ്വത്തിൻ്റെ പേരിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിനെല്ലാം ഒരു മാറ്റം ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയായിരിക്കും. വിദേശത്ത് നിന്നും നാട്ടിലേക്ക് തിരിച്ചു വരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. അതിന് ശ്രമിക്കുന്നവർക്ക് വളരെ പെട്ടെന്ന് തന്നെ അതിനുള്ള കാര്യങ്ങളെല്ലാം നടക്കുകയും നാട്ടിലേക്ക് എത്തുവാനും എല്ലാം സാധിക്കും. ദാമ്പത്തികപരമായ നിലനിൽപ്പിനുള്ള പല പ്രതിസന്ധികൾ അതിങ്ങനെ നിലനിർത്തി കൊണ്ടുപോകാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. അത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, സംസാരങ്ങൾ ഉണ്ടാകുന്നു, നമുക്ക് പറയാൻ പറ്റാത്ത വാക്കുകൾ അങ്ങോട്ട് പരസ്പരം പറയുകയും ചെറിയ പിണക്കങ്ങൾ ഉണ്ടാകുകയും പിന്നെ അതിനെ നമ്മൾ തന്നെ പരിശ്രമിച്ച് മാറ്റാനുള്ള സാധ്യതയെല്ലാം കൂടുതലായി കാണുന്ന ഒരു വർഷം തന്നെയാണ്. സന്താനങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള അസുഖങ്ങളെല്ലാം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധയുണ്ടായിരിക്കുന്നത് നല്ലതാണ്. ഇൻ്റർവ്യൂ, മത്സര പരീക്ഷകൾ, വിദേശ യാത്രകൾ എന്നിവയ്ക്കെല്ലാം നിങ്ങൾക്ക് വിജയം കൈവരിക്കുവാൻ സാധിക്കും. ഈ ഒരു വർഷത്തിൽ ഇൻ്റർവ്യൂവിലെല്ലാം പങ്കെടുക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട്, ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇറങ്ങുന്ന കാര്യങ്ങളിൽ വിജയമുണ്ടാകുകയും നേട്ടമുണ്ടാകാനും എല്ലാം സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. മുടങ്ങി കിടന്ന ഗൃഹനിർമ്മാണം നിങ്ങൾക്ക് പുനരാരംഭിക്കുവാനും അല്ലെങ്കിൽ ഗൃഹനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കുവാനും നിങ്ങളുടെ ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യുവാനും അത് മോടി പിടിപ്പിക്കുവാനും എല്ലാം സാധിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും 2025. ദോഷ സംബന്ധമായ ഒരു ദോഷങ്ങൾ മാറുന്നതിനും ഗുണപരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വരുന്നതിനും വേണ്ടി മകീരം നക്ഷത്രക്കാർ ഈ ഒരു വർഷത്തിൽ ശിവഭഗവാനെ പ്രാർത്ഥിക്കുകയും ഭഗവാനെ പൂജിക്കുകയും ഭഗവാന്റെ സഹസ്രനാമങ്ങൾ ജപിക്കുകയും അല്ലെങ്കിൽ ഭഗവാന്റെ നാമങ്ങളും കീർത്തനങ്ങളും ജപിക്കുകയും തിങ്കളാഴ്ച ദിവസം വ്രതം എടുത്ത് ഭഗവാനെ പ്രാർത്ഥിക്കുകയും ക്ഷേത്രദർശനമെല്ലാം നടത്തുകയും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. തിങ്കളാഴ്ച ദിവസം വ്രതമെടുക്കുക എന്ന് പറയുമ്പോൾ ആഹാരം കഴിക്കാതിരിക്കണം എന്നല്ല, നോൺ വെജ് എല്ലാം ഉപേക്ഷിച്ച് വെജിറ്റേറിയൻ ഫുഡെല്ലാം കഴിച്ച് ക്ഷേത്രദർശനം നടത്തുകയും ഭഗവാന് ജലധാര നടത്തുകയും പുഷ്പാഞ്ജലികൾ അർപ്പിക്കുകയും പിൻവിളക്ക് തെളിയിക്കുകയും എല്ലാം ചെയ്ത് മുന്നോട്ട് പോയാൽ ഈ 2025 ഒരു വർഷക്കാലഘട്ടം ദോഷങ്ങൾ മാറുകയും ഗുണപരമായ അനുഭവങ്ങൾ കൂടുതൽ ലഭിക്കുകയും ചെയ്യും.